നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് ഇരിഞ്ഞാലക്കുട സ്വദേശികളായ അച്ഛനും 2 മക്കളും മരിച്ചു. നെടുമ്പാളിൽ കിടപ്പ് രോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് സഹോദരിയും ആൺ സുഹൃത്തും. കൊടും ചൂടിൽ വലയുന്ന കേരളത്തിന് ആശ്വാസമായി കേന്ദ്ര കാലാവസ്ഥാ പ്രവചനം. 10-ാം തീയതി വരെ മഴ മുന്നറിയിപ്പ്. SSLC പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3-ന് മന്ത്രി V ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 53,000 കടന്നു. പവന് 240 രൂപ വർദ്ധിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് ഇരിഞ്ഞാലക്കുട സ്വദേശികളായ അച്ഛനും 2 മക്കളും മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന ഇരിഞ്ഞാലക്കുട സ്വദേശി 54 വയസ്സുള്ള ശിവകുമാർ, മക്കളായ 23 വയസ്സുള്ള ശരത്ത്, 15 വയസ്സുള്ള സൗരവ് എന്നിവരാണ് മരിച്ചത്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഉഷ, ബന്ധു ശിവദാസ്, ഡ്രൈവർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബംഗളൂരുവിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്നു ശിവദാസും മക്കളും. ആംബുലൻസ് തെറ്റായ ദിശയിൽ കയറിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. നെടുമ്പാളിൽ കിടപ്പ് രോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമ്പാൾ വഞ്ചിക്കടവ് കാരിക്കുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 45 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. സന്തോഷിന്റെ സഹോദരി ഷീബ, ഷീബയുടെ ആൺ സുഹൃത്ത് പുത്തൂർ പൊന്നൂക്കര കണ്ണമ്പുഴ വീട്ടിൽ 49 വയസ്സുള്ള സെബാസ്റ്റ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നു കിടപ്പായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സന്തോഷിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത്. സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ, സെബാസ്റ്റ്യൻ എന്നിവരാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത്. മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ആൺ സുഹൃത്തും അത് വിലക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായ സെബാസ്റ്റ്യന് കാവൽ ഏർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന ഷീബ കൊലപാതക വിവരം പറഞ്ഞത്. കിടപ്പ് രോഗിയായ സന്തോഷിനെ മദ്യലഹരിയിലായ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തു മുറുക്കി കൊന്നുവെന്നാണ് മൊഴി. സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും സുഹൃത്തും കഴിഞ്ഞിരുന്നത്. ഇവർക്ക് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പ് രോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊലപാതകത്തിന് കാരണമായതായി പറയുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ സെബാസ്റ്റ്യനെ സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പ്രതികളെ നെടുമ്പാളിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ക്രിമിനൽ പശ്ചാത്തലമുള്ള സെബാസ്റ്റ്യന് പുതുക്കാട്, ഒല്ലൂർ, കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO V സജീഷ് കുമാർ, SI മാരായ സുധീഷ് കുമാർ, വിനോദ്, കൃഷ്ണൻ, ലിജോ, ഡേവിസ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI KK വിശ്വനാഥൻ, ഗ്രേഡ് CPO-മാരായ ഷഫീഖ്, അജി, സജീവ്, CPO-മാരായ സുജിത്ത്, അജിത്ത്, മഞ്ജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടും ചൂടിൽ വലയുന്ന കേരളത്തിന് ആശ്വാസമായി കേന്ദ്ര കാലാവസ്ഥാ പ്രവചനം. ഈ ആഴ്ച വേനൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഈ മാസം 10-ാം തീയതി വരെ സംസ്ഥാനത്ത് എല്ലാ ദിവസങ്ങളിലും മഴ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇതുപ്രകാരം ഇന്ന് കാസർഗോഡ് ഒഴികെ 13 ജില്ലകളിലും മഴ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി വരെയും, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. SSLC പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3-ന് മന്ത്രി V ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതോടൊപ്പം ടെക്നിക്കൽ, ആർട്ട്, SSLC പരീക്ഷാഫലവും പ്രഖ്യാപിക്കും.
ഫലങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും. ഹയർ സെക്കൻഡറി VHSC പരീക്ഷകൾ വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കൊതുകുജന്യ രോഗമായതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കണം. പനിയടക്കം രോഗലക്ഷണമുള്ളവർ വൈകാതെ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജപ്പാൻ ചുരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് വെസ്റ്റ് നൈൽ പനിക്കും ഉള്ളതെങ്കിലും അപകട സാധ്യത താരതമ്യേന കുറവാണ്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പറപ്പൂക്കര സെന്റ് ജോൺ ഫൊറോന പള്ളിയിൽ വിശുദ്ധ ലോനാമുത്തപ്പന്റെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കാർമ്മികനായി. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ, ജനറൽ കൺവീനർ ബിജു പല്ലിശ്ശേരി, സെക്രട്ടറി വർഗീസ് ആലപ്പാട്ട്, ഫിനാൻസ് കൺവീനർ ജോസ് അന്തിക്കാടൻ, PRO സൈമൺ പുതുപ്പള്ളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. മെയ് 15, 16 തീയതികളിലായാണ് തിരുനാൾ നടക്കുന്നത്. തിരുനാൾ ദിനമായ 16-ന് രാവിലെ 5 മുതൽ 9 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനയും 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടായിരിക്കും. ഫാദർ ആൻജോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ സിജു കൊമ്പൻ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദർശനം നടക്കും. വിദ്യാർത്ഥികളായ 2 ഫോട്ടോഗ്രാഫർമാർ ചേർന്നൊരുക്കിയ വന്യജീവി ഫോട്ടോ പ്രദർശനത്തിന് കോടാലി ഫോട്ടോ മ്യൂസ് വിജയകുമാർ മേനോൻ സ്മാരക ഓപ്പൺ ആർട്ട് ഗാലറിയിൽ തുടക്കമായി. പേരാമംഗലത്തെ നിമൈ പ്രവീൺ, ആമ്പല്ലൂരിലെ ഇഷാൻ എന്നീ കുട്ടികൾ പകർത്തിയ 25ഓളം ചിത്രങ്ങളാണ് ഫ്യൂച്ചർ സ്കേപ്സ് എന്ന പേരിലുള്ള പ്രദർശനത്തിലുള്ളത്. ഇളം പ്രായത്തിൽ അധികമാർക്കും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വന്യജീവി ഫോട്ടോഗ്രഫി മേഖലയിൽ മികച്ച ചിത്രങ്ങളിലൂടെ തങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഈ കൗമാര പ്രതിഭകൾ. വന്യജീവി ഫോട്ടോഗ്രാഫറും ആർക്കിടെക്റ്റുമായ പ്രവീൺ മോഹൻദാസിന്റെയും ആർക്കിടെക്ട് വൈഷ്ണവി ചിത്തിര ബാലന്റെയും മകനായ നിമൈ തൃശൂർ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വന്യജീവി ഫോട്ടോഗ്രാഫറും ബിസിനസ്സുകാരനുമായ മുരളി മോഹന്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ മൃദുല മുരളിയുടെയും മകനായ ഇഷാൻ പൂച്ചുട്ടി ഭാരതീയ വിദ്യാഭവനിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാതാപിതാക്കൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ വന്യജീവി സങ്കേതങ്ങൾ സന്ദർശിച്ചപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് ഫോട്ടോ മ്യൂസ് ഓപ്പൺ ആർട്ട് ഗാലറിയിലെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗാലറിയിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി ഇവർ തന്നെ നിർവഹിച്ചു. ഫോട്ടോ മ്യൂസ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, സീമ സുരേഷ്, ആനന്ദ് ദുഗർ, പ്രവീൺ മോഹൻദാസ്, മുരളി മോഹൻ, VK കാസിം, ശ്രീനി പുല്ലരിക്കൽ, PS മോഹൻദാസ്, നിമൈ, ഇഷാൻ എന്നിവർ പ്രസംഗിച്ചു. പ്രദർശനം ഈ മാസം 31 വരെ നീണ്ടുനിൽക്കും. വ്യാപാര രംഗത്ത് മികച്ച സേവനത്തിന് പേരുകേട്ട ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചിട്ട് 2 വർഷം. നിരവധി ഓഫറുകളാണ് ഹോം എക്സ്പ്രസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. 2022 ഏപ്രിൽ 11-നാണ് ഹോം എക്സ്പ്രസ് ആരംഭിച്ചത്. വെള്ളിക്കുളങ്ങരയിൽ പോലീസ് സ്റ്റേഷന് സമീപവും 3 മുറിയിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുമായാണ് ഹോം എക്സ്പ്രസ് പ്രവർത്തിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ നൽകി സാധാരണക്കാരന് താങ്ങാവുകയാണ് ഹോം എക്സ്പ്രസ്. കൂടാതെ വിശേഷ ദിവസങ്ങളിൽ കൂടുതൽ ഓഫറുകളും നൽകി വരുന്നു. ഈ വർഷവും മെയ് 8 മുതൽ 20 ദിവസം നീണ്ടു നിൽക്കുന്ന സ്കൂൾ ബസാർ മേള ഒരുക്കിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് 60% വരെ കിഴിവുണ്ട്. രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തന സമയം. വൈകുന്നേരം 4 മുതൽ വൈകിട്ട് 10 വരെ കുട്ടികൾക്കായി കിഡ്സ് പാർക്കും പ്രവർത്തിച്ചു വരുന്നു. ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. ഫോൺ 9995854891. മറ്റൊരു നമ്പർ 9072488891. അരിമ്പൂർ കൂട്ടാല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. തിരുവാണിക്കാവ് രാജഗോപാൽ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2ാം പാപ്പാന് കല്ലിൽ തട്ടി നിസ്സാര പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംഭവം. പഞ്ചവാദ്യം തുടങ്ങുന്നതിന് മുൻപ് പറമ്പിൽ തളച്ചിരുന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ തളച്ചു. മഴ പെയ്യുന്നതിനായി തൃശൂരിൽ പ്രത്യേക പൂജ നടത്തുന്നു. തൃശൂർ പഴയനടക്കാവ് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വരുണ ജപം പൂജ നടത്തുന്നത്. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ 4 മണിയോടെയാണ് പൂജ ആരംഭിച്ചത്. വരുണ ഭഗവാനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിക്കാൻ ഭക്തജന കൂട്ടായ്മയാണ് ജപം സംഘടിപ്പിച്ചത്.
കേരളത്തിൽ മഴ കുറയുകയും ചൂട് അസഹനീയവും ആവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പൂജ സംഘടിപ്പിക്കാൻ ഭക്തജനങ്ങൾ തീരുമാനിച്ചത്. ദേവന് 1000 കുടം ജലധാരയും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഋഷഭന് 108 കുടം ജലാഭിഷേകവും വടക്കുന്നാഥന് പ്രത്യേക ശംഖാഭിഷേകവും പൂജയുടെ ഭാഗമാണ്. 40 വർഷം മുൻപാണ് സമാനമായ രീതിയിൽ പൂജ സംഘടിപ്പിച്ചത്. മഴയുടെ കുറവ് മൂലം ഇവിടെ അമ്പലത്തിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അതിന് അതിനായിട്ടൊരു കാര്യപദ്ധതി കാരണന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ഒരു 1000 കുടം സഹസ്രകലശാഭിഷേകം ചെയ്ത് അതിൻ്റെ ശിഷ്ടജലം കൊണ്ട് അവിടുത്തെ വരുണൻ്റെ വലിക്കല് അതിനെ മൂടുക എന്നാണ് പറയുക. അതൊരു പഞ്ചരം വെച്ച് അതിൻ്റെ ഉള്ളിൽ ജലം നിറച്ച്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റും കൊടകര ശാന്തി ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ആലയങ്ങാട് വ്യാപാര ഭവൻ ഓഫീസിലാണ് ക്യാമ്പ് നടക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം മെയ് 11-നും മഹോത്സവം മെയ് 12-നും ആഘോഷിക്കും. മെയ് 11-ന് രാവിലെ 5:30-ന് ഗണപതി ഹോമം, 6:30-ന് സഹസ്ര കുംഭാഭിഷേകം, 9-ന് പഞ്ചവിംശതി പഞ്ചഗവ്യം, 12-ന് അന്നദാനം എന്നിവയാണ് പരിപാടികൾ. വൈകിട്ട് കരോക്കെ ഗാനമേള ഉണ്ടായിരിക്കും. മെയ് 12 മഹോത്സവ ദിനത്തിൽ രാവിലെ 9-ന് പകൽപൂരവും രാവിലെ 10-ന് നവകം പഞ്ചഗവ്യം, വൈകുന്നേരം 4-ന് ഉച്ചശിവേലിയും നടക്കും. കുറുമാരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൊങ്കാല സമർപ്പണവും വെള്ളിയാഴ്ച നടക്കും. 8:30-ന് പൊങ്കാല സമർപ്പണം, 9:30-ന് ശീവേലി എഴുന്നള്ളിപ്പ്, 10:30 മുതൽ 1:30 വരെ പ്രസാദൂട്ട് എന്നിവയുണ്ടായിരിക്കും. പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കും. സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ ആപ്പിളിനെ പിന്തള്ളി സാംസങ്ങിന്റെ മുന്നേറ്റം. ഈ വർഷം ആദ്യ പാദത്തിലെ സ്മാർട്ട് ഫോൺ വിൽപ്പനയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ 20% വിൽപ്പന വിഹിതം നേടിക്കൊണ്ടാണ് സാംസങ് മുന്നിലെത്തിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ആപ്പിളിന്റെ വിൽപ്പനയിൽ 13% കുറവ് വന്നതും സാംസങ്ങിന്റെ മുന്നേറ്റത്തിന് കാരണമായി. സ്മാർട്ട് ഫോൺ എണ്ണത്തിൽ കുറവ് വന്നെങ്കിലും ശരാശരി വിൽപ്പന വിലയുടെ കാര്യത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 2% വളർച്ച നേടാൻ ആപ്പിളിനായെന്നും കൗണ്ടർ പോയിന്റ് റിസർച്ച് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. ഗാലക്സി S24 സീരീസിൻ്റെയും ഗാലക്സി A സീരീസിൻ്റെയും മികച്ച പ്രകടനമാണ് 1-ാം സ്ഥാനം തിരികെ പിടിക്കാൻ സാംസങ്ങിനെ സഹായിച്ചത്. എക്കാലത്തെയും മികച്ച ശരാശരി വിൽപ്പന വില ASP നേടാനും സാംസങ്ങിന് സാധിച്ചു. 2024-ലെ ആദ്യ 3 മാസങ്ങളിൽ ആപ്പിളിൻ്റേത് സമ്മിശ്ര പ്രകടനമായിരുന്നു. ചൈനയിൽ നിന്നുള്ള കടുത്ത മത്സരം, അമേരിക്കയിലെ വിൽപ്പനയിലുണ്ടായ കുറവ് എന്നിങ്ങനെ പല കാരണങ്ങളാണ് ആപ്പിളിനുണ്ടായ തിരിച്ചടിക്ക് പിന്നിലെന്നാണ് റിസർച്ച് ഡയറക്ടർ ജെഫ് ഫീൽഡ് ഹാക്ക് പറയുന്നത്. അതേസമയം ആപ്പിളിന് തിരിച്ചടി മാത്രമാണ് ഈ കാലയളവിലുണ്ടായതെന്ന ധാരണയും തെറ്റാണ്. മുൻ മോഡലുകളെ അപേക്ഷിച്ച് മികച്ച പ്രകടനമാണ് iPhone 15 Pro നടത്തുന്നത്. പുതിയ വിപണികളിൽ ശക്തമായ സാന്നിധ്യമായി ആപ്പിൾ മാറുകയും ചെയ്തു. പല വിപണികളിലും തിരിച്ചടി ഉണ്ടായെങ്കിലും പുതിയ വിപണി സാധ്യതകൾ കണ്ടെത്താനായത് ഭാവിയിൽ ആപ്പിളിന് ഗുണമാവുമെന്ന സൂചനയും നൽകുന്നുണ്ട്. ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനികളായ ഷവോമി, വിവോ എന്നിവയും വിൽപ്പനയിൽ വളർച്ച രേഖപ്പെടുത്തി. ഷവോമി എല്ലാ പ്രധാന വിപണികളിലും വളർച്ച നേടി. ഇന്ത്യ അടക്കമുള്ള ഏഷ്യ പസഫിക് മേഖലയിലാണ് വിവോ മികച്ച പ്രകടനം നടത്തിയത്. വാവൈ, ഹോണർ, ട്രാൻഷൻ എന്നീ സ്മാർട്ട് ഫോൺ കമ്പനികളും നേട്ടമുണ്ടാക്കി. വാവൈ ചൈനയിലും ഹോണർ ചൈനയ്ക്ക് പുറമെ കരീബിയ, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലും നേട്ടമുണ്ടാക്കി. ടെക്നോ, ഈറ്റൽ, ഇൻഫിനിക്സ് എന്നീ ബ്രാൻഡുകൾ വഴിയാണ് ട്രാൻഷൻ സ്മാർട്ട് ഫോണുകൾ മികച്ച വിൽപ്പന നടത്തിയത്. ഏഷ്യ, പസഫിക്, കിഴക്കൻ യൂറോപ്പ്, പശ്ചിമേഷ്യ, ആഫ്രിക്ക രാജ്യങ്ങളിലാണ് ട്രാൻഷൻ മികച്ച പ്രകടനം നടത്തിയത്. അതേസമയം OnePlus അടക്കമുള്ള ബ്രാൻഡുകൾ കൈവശമുള്ള ഓപ്പോ ചൈന അടക്കമുള്ള വിപണികളിൽ തിരിച്ചടി രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര തലത്തിൽ ആകെ 296.9 ദശലക്ഷം സ്മാർട്ട് ഫോണുകളാണ് ഈ കാലയളവിൽ വിൽപ്പന നടത്തിയത്. യൂറോപ്പ്, പശ്ചിമേഷ്യ, ആഫ്രിക്ക, കരീബിയൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് സ്മാർട്ട് ഫോൺ വിൽപ്പന മികച്ചു നിന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സ്മാർട്ട് ഫോൺ വിൽപ്പനയിലൂടെയുള്ള വരുമാനം 2024 ആദ്യ പാദത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 7% വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയും വളർച്ച രേഖപ്പെടുത്തി. അതേസമയം വടക്കേ അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ വിപണികളിൽ 2023 അപേക്ഷിച്ച് കുറഞ്ഞ വിൽപ്പനയാണ് നടന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു.
പവന് 240 രൂപ വർദ്ധിച്ചു. ഇതോടെ സ്വർണ്ണവില വീണ്ടും 53,000 കടന്നു. ശനിയാഴ്ച മുതൽ സ്വർണ്ണവില ഉയരുകയാണ്. 4 ദിവസം കൊണ്ട് 480 രൂപ കൂടിയിട്ടുണ്ട്. ഒരു പവൻ സ്വർണത്തിന്റെ ചൊവ്വാഴ്ചത്തെ വിപണി വില 53,080 രൂപയാണ്. മെയ് 1 സ്വർണ്ണവില കുത്തനെ കുറഞ്ഞിരുന്നു. 800 രൂപയാണ് കുറഞ്ഞത്. മെയ് 4 മുതൽ വില ഉയർന്നു. അതേ പ്രവണതയാണ് വിപണിയിൽ തുടരുന്നത്. വില ഉയരുന്നത് വിവാഹ വിപണിക്കടക്കം സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വിസിൽ ട്രെയിനിംഗ് ഡിവിഷനിൽ 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളിലേക്ക് ഡിഗ്രി, +2, SSLC യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994449314. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53,080 രൂപ. പറപ്പൂക്കര നെടുമ്പാൾ തോണിപ്പറമ്പിൽ വേലായുധൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമനയാണ് ഭാര്യ. രാജേഷ്, പ്രതീഷ്, വിനേഷ് എന്നിവർ മക്കളും. നിമ്യ, നീതു, ശാലിമ എന്നിവർ മരുമക്കളുമാണ്. നെടുമ്പാൾ പള്ളിയാറ സിദ്ധാർത്ഥൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. അമ്മിണിയാണ് ഭാര്യ. ശ്രീജ, ശ്രീനിവാസൻ, ശ്രീജിത്ത് എന്നിവർ മക്കളും. സജീവൻ, രാജി, ദിവ്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് ഇരിഞ്ഞാലക്കുട സ്വദേശികളായ അച്ഛനും 2 മക്കളും മരിച്ചു. നെടുമ്പാളിൽ കിടപ്പ് രോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് സഹോദരിയും ആൺ സുഹൃത്തും. കൊടും ചൂടിൽ വലയുന്ന കേരളത്തിന് ആശ്വാസമായി കേന്ദ്ര കാലാവസ്ഥാ പ്രവചനം. 10-ാം തീയതി വരെ മഴ മുന്നറിയിപ്പ്. SSLC പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3-ന് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 53,000 കടന്നു. പവന് 240 രൂപ വർദ്ധിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.